ഒറ്റ ഉദാഹരണം പറയാം. ആ ഗവൺമെൻറ് ഒരു ഘട്ടത്തിൽ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും യോഗം വിളിച്ചു. അതിലെന്താ വിഷയം? സാധാരണ ഗവൺമെൻറ് തീരുമാനിക്കേണ്ടതാണ്, എങ്കിലും എല്ലാവരുടെയും അഭിപ്രായം ചോദിക്കുകയാണ്. നല്ലത്. ആ വിഷയം നാഷണൽ ഹൈവേ അതോറിറ്റി നാഷണൽ ഹൈവേ എത്ര വീതിയിൽ റോഡ് നിർമ്മിക്കണം. ഇതാണ് പ്രശ്നം. കാരണം നമ്മുടെ നാട്ടിൽ ചില മഹാപണ്ഡിതന്മാർ ആ കാലത്തുണ്ടായിരുന്നു. അവർ ബസ്സിൻ്റെ വീതി കണക്കാക്കി. ഒരു ബസ് പോകാൻ ഇത്ര വീതി വേണം, അങ്ങനെ 2 ബസ് പോകാൻ ഇത്ര വീതി വേണം. അതിൽ കൂടുതൽ എന്തിനാണ് റോഡിന് വീതി എന്ന് ചോദിച്ച പണ്ഡിതന്മാർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ആ പണ്ഡിതന്മാരുടെ ചോദ്യത്തിന് സ്വാധീനിക്കാൻ അന്നത്തെ ഗവൺമെൻറ്റിനെ കഴിഞ്ഞു. ഏതായാലും അവർ യോഗം വിളിച്ചു, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും യോഗം വിളിച്ചു. ആ രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൂടി തീരുമാനിച്ചു, എന്ത്? 45 മീറ്റർ വീതിയിൽ റോഡെടുക്കാം. ബ്ലാങ്ക് ചെക്ക് സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്നു. നാടിൻ്റെ ആകെ പിന്തുണ. എടുത്തോ? 1 ഇഞ്ച് സ്ഥലം എടുത്തോ? എന്താ പറ്റിയത്? അപ്പോൾ കൂടെ ഇരിക്കുന്നവർ ചിലർ എതിർത്തു, അവിടെ തടഞ്ഞു, അവിടെ നിന്നു. നാഷണൽ ഹൈവേ അതോറിറ്റി ഇവിടെയൊന്നും നടക്കില്ല എന്നുള്ള ധാരണയിൽ വിട്ടുപോയി. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ സംഭവിച്ച കാര്യമല്ലേ? നമ്മുടെ നാടിന് എന്തൊരു ദുര്യോഗമാണ് വന്നത് നോക്കണം. 2016 നമ്മുടെ നാടിൻ്റെ പൊതുവായ ചിന്ത എന്താ? ഇവിടെ റോഡൊന്നും വരില്ല, ഇതിങ്ങനെ ആയിപ്പോയി, മാറ്റമൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഒറ്റപ്പെട്ടൊരു ഭൂപ്രദേശമല്ലല്ലോ. നമ്മുടെ അതിർത്തികളിൽ മറ്റ് സംസ്ഥാനങ്ങളുണ്ടല്ലോ, അവിടങ്ങളിൽ കടന്നാൽ നല്ല റോഡല്ലേ, ആ റോഡിലൂടെയല്ലേ സഞ്ചരിക്കുന്നത്. മലയാളികൾ രാജ്യത്തും ലോകത്തും വിവിധ പ്രദേശങ്ങളിൽ ജീവിക്കുന്നു. അവരെല്ലാം അവിടങ്ങളിലെ പശ്ചാത്തല വികസനം കണ്ടുകൊണ്ടല്ലേ, അത് അനുഭവിച്ചുകൊണ്ടല്ലേ ജീവിക്കുന്നത്. എൻ്റെ നാട് മാത്രം ഇങ്ങനെയായിപ്പോയല്ലോ എന്ന വേദനയിലല്ലേ സാധാരണ മലയാളി. 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നു. നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ചർച്ച ചെയ്തു. പോയി അവരെ തിരിച്ചു വിളിച്ചു. അപ്പോഴേക്ക് അവർ മനസ്സ് മാറ്റി. അവർ പറഞ്ഞു, കേരളത്തിൽ സ്ഥലം എടുക്കണമെങ്കിൽ വലിയ ചെലവാണ്, അത് വഹിക്കാൻ ഞങ്ങൾക്കാവില്ല, നിങ്ങൾ സ്ഥലമെടുത്തു തരണം. ഇന്ത്യയിൽ ഒരിടത്തും അങ്ങനെ ഒരു സംഭവമില്ല. അപ്പോൾ സ്വാഭാവികമായും നാം അതിൽ തർക്കം ഉന്നയിച്ചു, ചർച്ചയായി, അവസാനം ഒത്തുതീർപ്പായി. എന്താ കാര്യം? നമ്മൾ ഗതികേടിലായി. നമുക്ക് നാഷണൽ ഹൈവേ വികസനം എന്നത് ഒഴിവാക്കി മുന്നോട്ട് പോകാനാവില്ല. നാഷണൽ ഹൈവേ നമ്മൾ പണം ചെലവിട്ടുകൊണ്ട് മുഴുവനായിട്ട് വികസിപ്പിക്കാനും കഴിയില്ല. അത്ര വലിയ സാമ്പത്തിക ശേഷി നമ്മുടെ സംസ്ഥാനത്തിനില്ല. അപ്പോൾ നാം വലിയ ഗതികേടിലായി. അവസാനം ഉണ്ടായ ഒത്തുതീർപ്പ്, ഭൂമിയുടെ വിലയിൽ 25% സംസ്ഥാനം നൽകണം. അത് അംഗീകരിക്കേണ്ടി വന്നു. എത്രയാ പണം? 5600 കോടി. എന്താ അത്? പിഴ. എന്തിനുള്ള പിഴ? UDF ഗവൺമെൻറ്റിൻ്റെ കെടുകാര്യസ്ഥതയ്ക്കുള്ള പിഴ നാം കൊടുക്കേണ്ടി വന്നത്. ഇതാണ് നമ്മുടെ അനുഭവം. 2016 UDF ആണ് അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ ഈ മാറ്റം ഉണ്ടാകുമായിരുന്നോ? ആകെ അതിനേക്കാളും മോശമായ അവസ്ഥയിൽ നമ്മൾ ഇപ്പോഴും കിടക്കുന്നുണ്ടായിരിക്കും.
LDF വരും, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞത് വീണ്ടും അന്വർത്ഥമാകും.